ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ഇൻ്റർ മിലാനെ കൺവിൻസിംഗ്ലി 3-1 എന്ന നിലയിൽ തോൽപ്പിച്ചിരിക്കുന്നു. 7 ഔട്ട് ഓഫ് 7. ഗ്രേറ്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോഴും എനിക്ക് മനസ്സിലാവാത്ത, എനിക്ക് ആർസണലിനെ പിടിയിട്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ ഇതേ ഒരു മെൻറ്റാലിറ്റിയോടെ നമ്മൾ കളിച്ചില്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 7 പോയിൻറ്റ്സ് നമ്മളിപ്പോൾ 9 പോയിൻറ്റ് ക്ലിയറിൽ നമ്മളിപ്പം പ്രീമിയർ ലീഗിലിരുന്നേനെ. ഇന്ന് നമ്മൾ കളിച്ച ഒരു ഹൈ പ്രസ്, ഫസ്റ്റ് 10 മിനിറ്റ്സിന് ആ കളിച്ച ഹൈ പ്രസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എന്ന്. കാരണം ദ വെരി ഇലക്ട്രിക് ആൻഡ് എന്താ പറയുന്നത്, വളരെ സ്മൂത്താണ് അവരുടെ ട്രാൻസിഷൻ, അവരുടെ കൗണ്ടർ അറ്റാക്ക് വളരെ സ്മൂത്താണ്. സോ വി നീഡ് ടു ബി കെയർഫുൾ. ഈ ഒരു സെയിം ഗെയിമാണ്, അത് നമുക്ക് അടുത്ത ഗെയിമിൻ്റെ റിവ്യൂവിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇന്നത്തെ ഗെയിമിൽ റിയലി ഹാപ്പി ഫോർ ജെയ്സൂസ്, റിയലി ഹാപ്പി ഫോർ ഗ്യോക്കറേസ്. ഗ്യോക്കറേസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇതാണ് ഗ്യോക്കറേസിന് ചെയ്യാൻ പറ്റുന്നത്. ബോൾ ഹെൽഡപ്പ് ചെയ്യുക, പ്ലെയേഴ്സിന് ലേ ഓഫ് ചെയ്ത് കൊടുക്കുക. ഗ്യോക്കറേസിൻ്റെ ഗോൾ നിങ്ങൾ കണ്ടല്ലേ, ബോൾ ഹെൽഡപ്പ് ചെയ്തു, ബോൾ കൺട്രോൾ ചെയ്യുന്നു, സാക്കയ്ക്ക് ലേ ഓഫ് ചെയ്യുന്നു, സാക്കയ്ക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സാക്ക അത് തിരിച്ച് ഗ്യോക്കറേസിന് കൊടുക്കുന്നു, ഗ്യോക്കറേസ് അത് ഷോട്ട് എടുക്കുന്നു, ഗോൾ. സോ ദിസ് ഈസ് വാട്ട് ഗ്യോക്കറേസ് ക്യാൻ ഡു. അങ്ങനെ കുറേ കൂടെ ഗ്യോക്കറേസിന് ബോൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ത്രൂ ബോളും ലോങ് ബോളും എന്തൊക്കെ പറ്റുമോ അത് കൊടുക്കണം. ഇന്നും വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു സാക്കയ്ക്ക് കട്ട് ബാക്ക് ചെയ്ത് ഗ്യോക്കറേസിന് കൊടുക്കാൻ. അത് സാക്ക ഷോട്ട് എടുത്തു. ബട്ട് സാക്ക ടുഡേ ഐ തിങ്ക് ഓവറോൾ ഹാഡ് എ ഡീസൻറ്റ് ഗെയിം. അമേസിങ് അല്ലായിരുന്നെങ്കിൽ പോലും ഹി ഹാഡ് എ ഡീസൻറ്റ് ഗെയിം. ബട്ട് ദ വൺ പേഴ്സൺ ഹൂ ഹാഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസ്കേറ. ഓ മാൻ, പറയാറില്ലേ ഹി വാസ് ലൈക്ക് പൊസസ്ഡ് എന്ന്. ശരിക്കും ബാധ കയറിയ പോലെയാണ് ഇന്ന് മൊസ്കേറ കളിച്ചത്. ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് എന്ന് പോലും പറയാൻ പറ്റില്ല, 1-2 കുറ്റം പറയാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. പാവപ്പെട്ട ഒരുത്തനുണ്ടായിരുന്നു, എസ്പാസിറ്റോ എന്ന് പറഞ്ഞ ഒരുത്തനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. മാൻ, ശ്വാസം വിടാൻ സമ്മതിച്ചിട്ടില്ല. ആ ഫസ്റ്റ് ഷോട്ട് എടുത്തേ പിന്നെ അത് ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തു നമ്മുടെ മൊസ്കേറ. പുറകെ ആയിരുന്നു. പിന്നെ മൊസ്കേറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ഗാബ്രിയലിനെ കൊണ്ടുവന്നു. ബട്ട് സ്റ്റിൽ വാട്ട് എ സൈനിങ് മൊസ്കേറ, വാട്ട് എ സൈനിങ്. അത് ഓർക്കണം, ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നൊരു പ്ലെയറാണ്. കോൺഫിഡൻറ്റോടെ ഇൻ്റർ മിലാനെതിരെ എവേ കോൺഫിഡൻറ്റോടെ, ലൈക്ക് ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ, ഇരുത്തം വന്ന പ്ലെയർ കളിക്കുന്നതിൻ്റെ കൂട്ടാണ് ഇന്ന് മൊസ്കേറ കളിച്ചത്. ഐ എം സോ ഹാപ്പി. ഈ ഒരു എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് ഓഫ് ദ സീസൺ. അതും സെൻട്രൽ ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഓക്കെ, ഡിഫൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സൈനിങ് ഓഫ് ദ സീസൺ ആയിരിക്കും നമ്മുടെ മൊസ്കേറ. ഓവറോൾ നമ്മൾ അടിപൊളിയായിട്ടാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലീഡ് എടുക്കുന്നു. അത് ഓഫ് കോഴ്സ് ഇൻ്റർ മിലാൻ ബ്യൂട്ടിഫുൾ ഗോൾ ബൈ പേര് മറന്നു, ഹൂവർ, ബ്യൂട്ടിഫുൾ ഗോൾ ബൈ ഇൻ്റർ മിലാൻ. അങ്ങനെ 1-1 ഈക്വലൈസ് ചെയ്യുന്നു. പിന്നെ സെറ്റ് പീസിൽ നിന്ന് ഹേസൂസിൻ്റെ ഹെഡർ, ഗോൾ. അങ്ങനെ 2-1 എന്ന നിലയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിൽ ഇൻ്റർ മിലാൻ കുറച്ചുകൂടെ തിരിച്ചു വന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ 20 മിനിറ്റ് കഴിഞ്ഞ തൊട്ട് തന്നെ ഇൻ്റർ മിലാൻ തിരിച്ചു വരാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻ്റർ മിലാൻ്റെ മുന്നേറ്റം കാണാൻ പറ്റുന്നത്, എസ്പെഷ്യലി തുറാമിൻ്റെ കുറച്ച് ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ. മാർട്ടിനേസിന് അധികം ഇമ്പാക്റ്റ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഹീസ് നോട്ട് ഫുള്ളി ഫിറ്റ് എന്ന്. സോ ഞാൻ ഇറ്റാലിയൻ ലീഗ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഐ വിൽ ടേക്ക് ദെയർ വേർഡ്, അല്ല ഇപ്പോൾ എന്ത് പറയാം. സോ ഫുള്ളി ഫിറ്റ് അല്ലാത്ത മാർട്ടിനേസിന് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ആ ഗെയിമിന് കൊണ്ടുവരാൻ പറ്റിയില്ല. സോ ഐ വുഡൻറ്റ് സേ ഇൻ്റർ മിലാൻ ഒരു പുവർ ഗെയിമായിരുന്നു ഇന്ന് കളിച്ചതെന്ന്. ബട്ട് നന്നായിട്ടാണ് കളിച്ചത്. ബട്ട് നമ്മൾ അതുപോലെ തന്നെ ഈക്വലി നമ്മൾ ഗുഡായിരുന്നു. അതാണ് ഇന്നത്തെ കളി നമ്മൾ ജയിക്കാൻ കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. ഗ്യോക്കറേസ് വരുന്നു, ഡെക്ലാൻ റൈസ് വരുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് ഈ മെറീനോ ടാക്കിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലീനായിട്ട് ടാക്കിൾ ചെയ്യണം. ഇല്ലെങ്കിൽ ചില ഗെയിം ഹീസ് ഗോയിങ് ടു കോസ്റ്റ് അസ്. കാരണം ഭയങ്കര റെക്ലെസ് ചാലഞ്ചാണ് മെറീനോടെ.
ഒരു കാര്യം അതും ലൈക്ക് ഓക്കെ 1 ഫോർ ദ ടീം എന്നൊക്കെ പറയുന്ന ചില ഫൗളുകളില്ലേ, അതൊന്നും അല്ല, ചുമ്മാ റെക്ലെസ് ചാലഞ്ചാണ് മെറീനോടത്. ഒരു ക്ലീനായിട്ട് ടാക്കിൾ ചെയ്യാവുന്നിടത്ത് പോലും ഭയങ്കര റെക്ലെസ് ആയിട്ട് ചാലഞ്ച് ചെയ്യുന്നു ഈ മെറീനോ. അതും ഭയങ്കര അനോയിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഫ്രം ആർസണൽ ടീമിൽ നിന്ന് മെറീനോടെ ആ ഒരു എന്താ പറയുക ഷെവലിയർ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം വൃത്തിക്ക് ചെയ്യാവുന്ന ജോബ് കുളവാക്കി ചെയ്യുന്ന പോലെ ഒരു ഫീല്. മനഃപൂർവ്വം യെല്ലോ കാർഡ് മേടിച്ചതുപോലെ. യെല്ലോ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റൈസ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു യെല്ലോ കാർഡ് മേടിച്ചു. സോ അതോടെ കൈറാട്ട് അൽമാറ്റിയുമായിട്ടുള്ള കളിയിൽ കളിക്കത്തില്ല. സോ ദാറ്റ്സ് ഗുഡ് ആക്ച്വലി, വളരെ നല്ല കാര്യം. കളിക്കണ്ട, അവനും ഇല്ല, റൈസും ഇല്ല, മെറീനോയും ഇല്ല. സോ ദാറ്റ്സ് അത ഗുഡ് തിങ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നത്. മാർട്ടിനെല്ലി വരുന്നു, റൈസ് വരുന്നു, ബെൻ വൈറ്റ് വരുന്നു, ഇങ്ങനെ കുറേ ഗ്യോക്കറൈസ് വരുന്നു. സോ ഇങ്ങനെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗ്യോക്കറൈസിൻ്റെ 3rd ഗോൾ 3-1. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ അങ്ങനെ നമ്മൾ 7 out of 7 അടിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 6 points ക്ലിയർ. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. ഈ കളി അങ്ങനെ അതിൽ പ്രസക്തമല്ലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഗുഡ്, ജയിച്ചു, ഗുഡ്. ഇതല്ല, നമുക്ക് അടുത്ത ഗെയിമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിം. സോ അതിൻ്റെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.